ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിസ്കാര കുപ്പായം തയ്ക്കാൻ ആവശ്യമുള്ള തുണിയുടെ അളവുകളാണ്. ഇതിനായിട്ട് ഏറ്റവും വലിയ നിസ്കാര കുപ്പായം അടിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 5 മീറ്റർ തുണിയാണ്. ഇതിൽ നിന്നും ഒരു 126 ഇഞ്ച് നീളവും 38 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് ഒരു 20 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുമുള്ള ഒരു സ്ക്വയർ പീസാണ്. അത് നമുക്ക് നെക്കിന് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് സ്ലീവിന് 10 ഇഞ്ച് വീതിയും 17-18 ഇഞ്ച് നീളം, അത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം, അത്രയുള്ള ഒരു പീസ്. പിന്നെ നമുക്ക് സ്ലീവിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയത് 3.5 ഇഞ്ചിൻ്റെ 2 സ്ക്വയർ പീസാണ്. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഒരു നിസ്കാര കുപ്പായത്തിന്. ഇനി നമുക്ക് മക്കനക്ക് വേണ്ടിയ അളവുകൾ നോക്കാം. മക്കനക്ക് വേണ്ടിയത് 52 ഇഞ്ച് നീളവും 29 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസാണ്. പിന്നെ നമുക്ക് 15 ഇഞ്ച് നീളമുള്ള 2 സ്ട്രാപ്പും വേണം. അതുപോലെ തന്നെ പിന്നെ ഒരു 20 ഇഞ്ച് നീളവും ഒരു 15 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് കൂടി വേണം. ഇത്രയും അളവുകളാണ് നമുക്ക് വലിയൊരു നിസ്കാര കുപ്പായം തയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് 60 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു നിസ്കാര കുപ്പായത്തിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാം, എത്ര തുണി എടുക്കണമെന്ന് നോക്കാം. അതിന് 4.5 മീറ്റർ തുണിയാണ് എടുക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് 120 ഇഞ്ച് നീളവും 33 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനേ ഉള്ളൂ. മറ്റേ നിസ്കാര കുപ്പായത്തിൽ നിന്നും കൈക്ക് 8 ഇഞ്ച് വീതിയും 17 ഇഞ്ച് നീളവും, കഴുത്തിൻ്റെ വീതി 3 ഇഞ്ചും, ബാക്കിലെ ഇറക്കം 2.5യും ഫ്രണ്ടിലെ ഇറക്കം 5ഉമാണ്. ഇതാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. എന്നാലേ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എനിക്ക് വരുത്താൻ പറ്റുകയുള്ളൂ. നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇത് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.